ആന്റൺ ബുള്ളറെന്നും പേരുള്ള രണ്ട് സഹോദരന്മാരുടെ കഥയാണിത്. കൂടാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഏറെ ശാന്തമായ വീര്യത്തെക്കുറിച്ചുള്ളതും. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് ഒരു അർദ്ധരാത്രിയിലാണ്. ആന്റൺ ഉറക്കം തൂങ്ങി തന്റെ മേശപ്പുറത്തിരുന്ന് ഹോംവർക്ക് തീർക്കാൻ നോക്കുകയായിരുന്നു. കണ്ണുകൾ അടഞ്ഞു തുടങ്ങിയപ്പോ പെട്ടെന്ന് അവനൊരു വിചിത്രമായ ശബ്ദം കേട്ടു. ആരോ അവന്റെ കാതിൽ പതുക്കെ മന്ത്രിക്കുന്നുണ്ട്. ആന്റൺ വേഗം എഴുന്നേറ്റ് ജനൽ വഴി പുറത്തേക്ക് നോക്കി. അവന്റെ നെഞ്ച് പടപടായി ഇടിച്ചു. അവന്റെ ചേട്ടൻ ബുള്ളർ ദാ വീണ്ടും മേൽക്കൂരയിൽ കയറി നിൽക്കുന്നു. ഇതാദ്യത്തെ തവണയൊന്നുമല്ല. അപകടത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ബുള്ളർ പലപ്പോഴും ഇത്തരം പ്രവർത്തികൾ ചെയ്യാറുണ്ട്. ആന്റൺ ആകെ പരിഭ്രാന്തിയിലായി. പുറത്തേക്കോടി. എന്നിട്ട് പതുക്കെ സംസാരിച്ച് ചേട്ടനെ അനുനയിപ്പിച്ച് താഴെ ഇറക്കി. അവൻ ബുള്ളറിന്റെ കൈപിടിച്ച് സുരക്ഷിതമായി തിരികെ മുറിയിലെത്തിച്ചു. ആന്റൺ പ്രായത്തിൽ ഇളയതാണെങ്കിലും പെരുമാറ്റം കൊണ്ട് അവനാണ് ചേട്ടനെ പോലെ തോന്നിച്ചേരുന്നത്. അവൻ ബുള്ളറിനെ ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കും. എപ്പോഴും അവനെ നോക്കും. അതുമാത്രമല്ല വീട്ടിലെ ജോലികളിൽ അമ്മയെയും സഹായിക്കും. ബുള്ളറിന് അവന്റെ കൂട്ടെപ്പോഴും വേണ്ടതുകൊണ്ട് ആന്റൺ പതിയെ പ്രായത്തിൽ കവിഞ്ഞ ഉത്തരവാദിത്വമുള്ളവനായി മാറി. പിറ്റേന്ന് രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം രണ്ട് സഹോദരന്മാരും ഒരുമിച്ച് സ്കൂളിലേക്ക് നടക്കുകയായിരുന്നു. അവർക്ക് പിന്നാലെ ആഗ്നസ് എന്ന പേരുള്ള ഒരു പെൺകുട്ടി വരുന്നുണ്ടായിരുന്നു. അവൾക്ക് ആന്റണെ വലിയ ഇഷ്ടമാണ്. ആന്റൺ എപ്പോഴും ബുള്ളറിനെ ശ്രദ്ധിച്ചുകൊണ്ട് തൊട്ടടുത്ത് തന്നെ നടക്കുന്നുണ്ട്. ബുള്ളറിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ബുള്ളറിന് ദേഷ്യം വന്നു. എപ്പോഴും എന്റെ പുറകെ നടക്കുന്നത് നിർത്താൻ അവൻ ആന്റണോട് പറഞ്ഞു. തനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ അറിയാമെന്ന് അവൻ കൂട്ടിച്ചേർത്തു. ആന്റൺ എല്ലാം കൊണ്ടും ശരിക്കും തളർന്നിരുന്നു. താൻ എന്തിനാണ് എപ്പോഴും അവന്റെ ഒപ്പം നിൽക്കുന്നതെന്ന് ബുള്ളർ മനസ്സിലാക്കണം എന്നവൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഒരു ട്രാഫിക് സിഗ്നലിൽ വെച്ച് ആന്റൺ ഒരു അപകടകരമായ കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. സിഗ്നലിൽ പച്ച വെളിച്ചം വന്നപ്പോ ആന്റൺ ബുള്ളറിനോട് റോഡ് മുറിച്ചു കടക്കാൻ ആദ്യമേ പറഞ്ഞു. അങ്ങനെ ഒറ്റയ്ക്ക് ബുള്ളർ മുന്നോട്ട് നടന്നു. എന്നാൽ റോഡിന്റെ പകുതി എത്തിയപ്പോഴേക്കും എല്ലാം കുഴഞ്ഞു മറിഞ്ഞു. വണ്ടികൾ നീങ്ങാൻ തുടങ്ങി. ഹോണുകൾ ഉറക്കം മുഴങ്ങി. ആളുകൾ തിടുക്കത്തിൽ കടന്നുപോയി. ബുള്ളറാകട്ടെ റോഡിന് നടുവിൽ എന്തു ചെയ്യണമെന്നറിയാതെ മരവിച്ചു നിന്നു. അവന് അനങ്ങാനോ ചിന്തിക്കാനോ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ബുള്ളറിന് കടുത്ത ഓട്ടിസമുള്ളതാണ്. ഉച്ചത്തിലുള്ള ശബ്ദങ്ങളും വേഗതയേറിയ ചലനങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് സംഭവിക്കുന്നതുമെല്ലാം അവനെയാകെ ഭയപ്പെടുത്തി കളയും, ആശങ്കയിലാക്കും. അതുകണ്ട് ആന്റണിന്റെ ഹൃദയവും പടപടച്ചിടിച്ചു. സിഗ്നൽ വീണ്ടും ചുവപ്പാകാൻ അവൻ കാത്തുനിന്നു. എന്നിട്ട് നേരെ റോഡിലേക്ക് ഓടിച്ചെന്ന് ബുള്ളറിനെ പിടിച്ച് സുരക്ഷിതമായി പിന്നിലേക്ക് വലിച്ചു. ആ നിമിഷത്തിൽ ആന്റൺ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കി. ബുള്ളർ ഒരിക്കലും മനഃപൂർവ്വം തന്നെ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല, വാശി പിടിക്കുന്നതുമല്ല. അവൻ ആഗ്രഹമുണ്ടെങ്കിലും ചിലതൊന്നും ചെയ്യാൻ പറ്റില്ല. അവനിപ്പോൾ ശരിക്കും പേടിച്ചിരിക്കുകയാണ്. അവനെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടാൻ സാധിക്കില്ല. അവർ സ്കൂളിലെത്തിയപ്പോ എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന കുറച്ചു കുട്ടികൾ തങ്ങളുടെ നേരെ വരുന്നത് ആന്റൺ കണ്ടു. ബുള്ളറിന് അത് എതിരിടാൻ കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു. ആന്റൺ പെട്ടെന്ന് അവനോട് എവിടെയെങ്കിലും ഒളിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആന്റൺ അവിടെ തന്നെ നിന്ന് അവരെ ഒറ്റയ്ക്കെതിരിട്ടു. എല്ലാ ദിവസവും ഇതേ കാര്യം തന്നെയാണ് നടക്കാറുള്ളത്. ആ പ്രശ്നക്കാരായ പയ്യന്മാർ ആന്റണിന്റെ ഉച്ചഭക്ഷണം തട്ടിയെടുക്കും, അവനെ കളിയാക്കും, എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ നടന്നു പോകും. ദൂരെ നിന്ന് ബുള്ളർ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവന് സഹായിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ തന്റെ അനിയനെ സംരക്ഷിക്കാൻ അവന് സാധിച്ചിരുന്നില്ല. താൻ കാരണം അനിയൻ തല്ലകൊള്ളുന്നത് കണ്ട് അവന് സ്വയം ദേഷ്യവും വിഷമവും തോന്നി. അന്ന് വൈകുന്നേരം ആന്റണും ബുള്ളറും ഡോക്ടറെ കാണാൻ പോയി. ആ സെഷൻ അവരെ രണ്ടുപേരെയും ആകെ തളർത്തി കളഞ്ഞു. തിരികെ കാറിൽ വരുമ്പോ ആന്റണിന്റെ മനസ്സിലെ സങ്കടവും ദേഷ്യവും ഒടുവിൽ പൊട്ടിത്തെറിച്ചു. അവൻ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. തനിക്ക് മടുത്തുവെന്ന് അവൻ ഉറക്കെ പറഞ്ഞു. എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കാൻ വയ്യെന്നും ഇത്രയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ചേട്ടനുള്ളതിൽ തനിക്ക് മടുത്തുവെന്നും അവൻ ആക്രോശിച്ചു. ആ വാക്കുകൾ ബുള്ളറിനെ കഠിനമായി വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അവരുടെ അമ്മ ആനിയ ചില സാധനങ്ങൾ വാങ്ങാൻ കാർ ഒതുക്കി നിർത്തി പുറത്തിറങ്ങി. ആന്റൺ മിണ്ടാതെ ഉള്ളിൽ തന്നെ ഇരുന്നു. ആ സമയത്താണ് പുറത്തെ രണ്ട് സഹോദരന്മാർ പരസ്പരം പന്തറിന് കളിച്ച് ചിരിച്ചു കളിക്കുന്നത് അവൻ കണ്ടത്. ആന്റൺ അവരെ നോക്കി സങ്കടത്തോടെ ഇരുന്നു. ബുള്ളറുമായി അത്തരമൊരു സാധാരണ ബന്ധമുണ്ടായിരുന്നെങ്കിൽ എന്നവൻ കൊതിച്ചുപോയി. തിരികെ വീട്ടിലെത്തിയ ബുള്ളർ തന്റെ മുറിയിൽ കയറി വാതിലടച്ചു. അവൻ തന്റെ പെൻസിലുകളും പേപ്പറും എടുത്ത് രാത്രി മുഴുവൻ ചിത്രങ്ങൾ വരച്ചു. വരയ്ക്കുമ്പോൾ മാത്രമാണ് അവന് മനസ്സമാധാനം കിട്ടിയിരുന്നത്. അർദ്ധരാത്രിയിൽ ബുള്ളർ ധൈര്യം സംഭരിച്ച് ആന്റണിന്റെ അടുക്കലേക്ക് ചെന്നു. അവൻ വരച്ച ചിത്രങ്ങളെല്ലാം ആന്റണിന് കൊടുത്തു. ക്ഷമ ചോദിക്കാനുള്ള അവന്റെ ഒരു രീതിയായിരുന്നു അത്. ആന്റൺ അത് വാങ്ങി നോക്കിയെങ്കിലും അവന്റെ ദേഷ്യം മാറിയിരുന്നില്ല. ബുള്ളർ പോയ ഉടനെ ആന്റൺ ആ ചിത്രങ്ങളെല്ലാം ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോ
ആന്റൺ വീണ്ടും ആ വിസ്പറിങ് കേട്ടു. ആ മന്ത്രണം. പുറത്തേക്ക് നോക്കിയപ്പോ ബുള്ളർ ഇതാ വീണ്ടും മേൽക്കൂരയിലേക്ക് കയറുന്നു. ആന്റൺ അവന്റെ പിന്നാലെ പോയെങ്കിലും ഇത്തവണ അവൻ അവിടെ തന്നെ നിന്നു. അവൻ വിളിച്ചുമില്ല, അനങ്ങിയതുമില്ല. ആ ഒരു മോശം നിമിഷത്തിൽ താൻ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ആന്റൺ ചിന്തിച്ചുപോയി. ഒരുപക്ഷെ ബുള്ളർ ഇല്ലായിരുന്നെങ്കിൽ തന്റെ ജീവിതം എത്ര എളുപ്പമുള്ളതാകുമായിരുന്നു. അന്ന് രാത്രിയിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യം സംഭവിച്ചു. ആകാശത്തു നിന്ന് കത്തുന്ന തിളങ്ങുന്ന ഒരു പന്ത് താഴേക്ക് പതിച്ചു. അത് സ്കൂളിനടുത്തുള്ള ഒരു പാർക്കിലാണ് വന്നു വീണത്. ഭൂമി കുലുങ്ങുകയും അവിടെ ഒരു വലിയ കുഴി രൂപപ്പെടുകയും ചെയ്തു. പിറ്റേ ദിവസം സ്കൂളിലെ അധ്യാപകൻ ആ സ്ഥലം കാണിക്കാൻ ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ടുപോയി. കുട്ടികൾ ആവേശത്തോടെ അവിടെയെല്ലാം ഓടി നടന്നു. ആന്റൺ ഒരു ചിലന്തിയോടൊപ്പം കളിച്ച് തമാശ പറയുകയായിരുന്നു. ബുള്ളറിനെ ഒരു ചിലന്തി കടിച്ചെങ്കിലെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്ന് അവൻ ചിരിയോടെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ അവനൊരു സ്പൈഡർമാൻ ആകാൻ കഴിഞ്ഞേനെ. അപ്പോ തനിക്ക് ഒരു ഹീറോയുടെ അനിയനാകാമല്ലോ. പെട്ടെന്നടുത്തുള്ള ഒരു ചെറിയ മൺകൂനയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് ജിജ്ഞാസയോടെ ആന്റൺ അതിന്റെ അടുത്തേക്ക് നടന്നു. അതേസമയം അവരുടെ അമ്മ അന്ന ഒരു പച്ചമരുന്ന് കടയിൽ പോയി തന്റെ മകനെ സഹായിക്കാൻ എന്തെങ്കിലുമുണ്ടോ എന്ന് തിരക്കുകയായിരുന്നു. കടക്കാരൻ അവളോട് ഒരു വിചിത്രമായ ചെടിയെക്കുറിച്ച് പറഞ്ഞു. പണ്ടുകാലത്ത് സന്യാസിമാർ ഒരു പ്രത്യേക ചായ ഉണ്ടാക്കാൻ ഇത് ഉപയോഗിച്ചിരുന്നത്രേ. അത് മനസ്സിന് സുഖം നൽകുമെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. അന്നയ്ക്ക് അത് പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും അത് വിശ്വസിക്കാൻ അവൾ ആഗ്രഹിച്ചു. ബുള്ളറിന്റെ ജീവിതം കുറച്ചുകൂടി എളുപ്പമാകാൻ അത് സഹായിക്കട്ടെ എന്ന് കരുതി അവൾ ആ ചെടി വാങ്ങി. വീണ്ടും സ്കൂളിൽ അവസാന ബെൽ മുഴങ്ങി. ആന്റൺ പുറത്തേക്ക് നടക്കുമ്പോ ആഗ്നസ് വീണ്ടും തന്നെ പിന്തുടരുന്നത് കണ്ടു. തിരക്കുള്ള ഇടനാഴിയിൽ വെച്ച് അവളെ വെട്ടിക്കാൻ അവൻ വേഗത്തിൽ നടന്നു. പെട്ടെന്നവൻ ജനലുകൾ തുടയ്ക്കുകയായിരുന്ന ഒരു ജീവനക്കാരന്റെ മേൽ ചെന്നിടിച്ചു. ബക്കറ്റിലെ വെള്ളം എല്ലായിടത്തും തെറിച്ചു. അതേസമയം അങ്ങോട്ട് വന്ന മാക്സും അവന്റെ സുഹൃത്തുക്കളും പൂർണ്ണമായും നനഞ്ഞുപോയി. വെള്ളം മറ്റ് കുട്ടികളുടെ മേലും തെറിച്ചതോടെ ഇടനാഴിയിൽ ആകെ ബഹളമായി. കുട്ടികൾ നിലവിളിച്ചോടാൻ തുടങ്ങി. മാക്സ് തന്നെ കാണുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ ആന്റൺ ആ അവസരം ഉപയോഗിച്ചു. പക്ഷെ അവന്റെ ഭാഗ്യം അധിക നേരം നീണ്ടുനിന്നില്ല. പുറത്ത് ബുള്ളറിനായി കാത്തുനിൽക്കുമ്പോ ആ ഗുണ്ടകൾ അവനെ പിടികൂടി. അവർ അവനെ തള്ളിമാറ്റുകയും പരിഹസിക്കുകയും ചെയ്തു. ബുള്ളർ തൊട്ടടുത്തു തന്നെ ഉണ്ടായിരുന്നു. അവനെല്ലാം കാണുന്നുമുണ്ടായിരുന്നു. പക്ഷെ പേടിച്ചവൻ ഒളിച്ചിരിക്കുകയാണ്. തന്റെ ചേട്ടൻ എല്ലാം നോക്കി നിന്നിട്ടും ഒന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ആ തല്ലിനേക്കാൾ വലിയ വേദനയായിരുന്നു ആന്റണിന് തോന്നിയത്. താൻ വഞ്ചിക്കപ്പെട്ടതായി അവന് തോന്നി. ആ ദേഷ്യത്തിലായിരുന്നു അന്നവൻ വീട്ടിലേക്കെത്തിയതും. വീട്ടിലെത്തിയപ്പോ ബുള്ളറിനോട് പരുക്കനായി അവൻ പെരുമാറി. അതിന്റെ പേരിൽ അമ്മ അവനെ ശകാരിച്ചു. താൻ എത്രത്തോളം തളർന്നിട്ടുണ്ടെന്ന്, അവശനായിട്ടുണ്ടെന്ന് അമ്മ കാണുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ആന്റണിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. താനൊക്കെയും അവസാനിപ്പിക്കുകയാണ് എന്നവൻ വിളിച്ചു പറഞ്ഞു. വീട്ടുജോലികൾ ചെയ്യുന്നത് മടുത്തു കഴിഞ്ഞു. എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്വയം ഏറ്റെടുക്കുന്നതും മടുത്തു. ഒരു കുട്ടിയായിരിക്കുന്നതിന് പകരം ഞാനിപ്പോ ഒരു രക്ഷിതാവിനെ പോലെയാ പെരുമാറുന്നത്. അതും എനിക്ക് മടുത്തു. വേഗം വളർന്ന് ഒക്കെ മിട്ടറിന് പോകാനാ എനിക്ക് തോന്നുന്നത്, അവൻ പറഞ്ഞു. അമ്മയുമായി അന്ന് വഴക്കിട്ട ശേഷം ആന്റൺ മേൽക്കൂരയിലേക്ക് കയറി നക്ഷത്രങ്ങളെ നോക്കിക്കിടന്നു. തന്റെ ചേട്ടൻ മറ്റുള്ള കുട്ടികളെപ്പോലെ സാധാരണക്കാരനായിരുന്നെങ്കിൽ എന്നാ കുഞ്ഞു മനസ്സ് ആഗ്രഹിച്ചു. കൃത്യം ആ സമയത്ത് ഒരു വിമാനം വീടിന് മുകളിലൂടെ പറന്നുപോയി. ആന്റൺ അതിനൊരു നല്ല ലക്ഷണമായി കണ്ടു. അന്ന് രാത്രി വൈകി അവന് വലിയ കുറ്റബോധം തോന്നി. ബുള്ളർ തനിക്ക് നൽകിയ ചിത്രങ്ങൾ അവൻ തിരയാൻ തുടങ്ങി. ചവറ്റുകുട്ടയിൽ നിന്നവ പുറത്തെടുത്ത് തറയിൽ നിരത്തിവെച്ചപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. ആ ചിത്രങ്ങൾ പസിൽ പോലെ പരസ്പരം ചേരുന്നവയായിരുന്നു. അവ ഒരുമിച്ച് വെച്ചപ്പോ ആകാശത്ത് നിന്ന് വീഴുന്ന ഒരു വലിയ തിളങ്ങുന്ന പന്തിന്റെ ചിത്രമാണ് കിട്ടിയത്. അത് പാർക്കിൽ കണ്ട ആ വിചിത്ര വസ്തുവിനെ പോലെ തന്നെയായിരുന്നു ഇരുന്നത്. അതോടെ അവിടെ എന്തോ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ആന്റണിന് ഉറപ്പായി. അവൻ രഹസ്യമായി ആ സ്ഥലത്തേക്ക് മടങ്ങിച്ചെന്നു. അവിടെ കുടിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ അവന്റെ കൈക്കോടാലി കടുപ്പമുള്ള ഒന്നിൽ തട്ടി. അത് പന്ത് പോലെ ഭൂമിയിലേക്ക് പതിച്ച ആ ഗോളമായിരുന്നു. ആന്റൺ അത് വീട്ടിൽ വലിച്ചിഴിച്ചു കൊണ്ടുവന്ന് ബുള്ളറിനെ കാണിച്ചു. ഇതെന്തായിരിക്കും എന്നവൻ ചോദിച്ചു. ബുള്ളറിന്റെ പഴയ ചിത്രങ്ങളിലേക്ക് നോക്കിയപ്പോ ആന്റണിനൊരു കാര്യം മനസ്സിലായി. ബുള്ളറിന് ഇത് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ബുള്ളർ ശാന്തമായി സത്യം പറഞ്ഞു. ആ ഗോളം മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്നതാണ്. ആന്റൺ ഒരു ബേസ്ബോൾ ബാറ്റ് എടുത്ത് അത് തുറക്കാനായി അടിക്കാൻ തുടങ്ങി. കുറച്ചടികൾ കഴിഞ്ഞപ്പോ അതൊരു വലിയ ചിപ്പി പോലെ പതുക്കെ തുറന്നു. പെട്ടെന്ന് തിളങ്ങുന്ന കുറെ കൈകൾ അഥവാ ടെന്റാക്കിൾസ് പുറത്തേക്ക് വന്നു. തിളങ്ങുന്ന ചിത്രശലഭങ്ങൾ മുറിയിലാകെ പറന്നു നടന്നു. ആന്റണിനടുത്ത് കുനിഞ്ഞു നോക്കിയപ്പോ അതിനുള്ളിൽ ഒരു വിചിത്രമായ ഉപകരണം കണ്ടു. അബദ്ധത്തിൽ അവൻ അതിലൊരു ബട്ടണിൽ അമർത്തി. ഒരു വെളിച്ചം പുറത്തേക്ക് വന്ന് ബുള്ളറിന്റെ തള്ളവിരലിൽ തട്ടി. ഉടൻ തന്നെ ബുള്ളറിന്റെ വിരൽ തിളങ്ങാൻ തുടങ്ങി. തുടർന്ന് അവിടെ ഒരു ഹോളോഗ്രാം പ്രത്യക്ഷപ്പെട്ടു. ലിച്ച് എന്ന പേരുള്ള ഒരു മനുഷ്യനായിരുന്നു ആ ഹോളോഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടത്. താൻ ക്യൂബർ എന്ന ഗ്രഹത്തിലെ ഒരു കളിപ്പാട്ട നിർമ്മാതാവാണ് എന്ന് അയാൾ പറഞ്ഞു. വിരമിച്ച ശേഷം
കുട്ടികൾക്ക് ആസ്വദിക്കാനായി തന്റെ കണ്ടുപിടുത്തങ്ങൾ പ്രപഞ്ചത്തിലുടനീളം താൻ അയച്ചതാണത്രേ. അങ്ങനെ ആന്റണും ബുള്ളറിനും സൂപ്പർ ട്രാവൽ കൺട്രോൾ എന്ന ശക്തമായൊരു കളിപ്പാട്ടം കിട്ടി. എന്നാൽ ഒരു വലിയ മുന്നറിയിപ്പുമുണ്ടായിരുന്നു. ആ കളിപ്പാട്ടം ഒരിക്കലും വെള്ളത്തിലോ സൂര്യപ്രകാശത്തിലോ തുടരുത്. ഒരു കളിപ്പാട്ടത്തിനപ്പുറം അതൊരു സയന്റിഫിക് ഡിവൈസ് കൂടിയായിരുന്നു. ഹോളോഗ്രാം സന്ദേശം കഴിഞ്ഞപ്പോ ഒരു ഫ്ലോട്ടിംഗ് സ്ക്രീൻ വന്നു. ജിജ്ഞാസയോടെ ആന്റൺ പ്ലേ ബട്ടണിൽ അമർത്തി. ആ കളിപ്പാട്ടം പ്രകാശിച്ചു. ആന്റൺ ആ വെളിച്ചം ഫിഷ് ടാങ്കിലേക്ക് തിരിച്ചു. ആ സമയം ഗോൾഡ് ഫിഷുകൾ അതിവേഗം കറങ്ങാൻ തുടങ്ങി. വെള്ളത്തിലൊരു ചെറിയ ചുഴിയുണ്ടായി. സഹോദരന്മാർ പേടിച്ച് മുറിയിൽ നിന്ന് പുറത്തേക്കൂടി വാതിലടച്ചു. ഇതിനെപ്പറ്റി തങ്ങളാരോടും പറയില്ല എന്നവർ പരസ്പരം പ്രോമിസ് ചെയ്തു. അന്ന് രാത്രി അവരൊന്നിച്ച് ബുള്ളറിന്റെ മുറിയിലായിരുന്നു ഉറങ്ങിയത്. എന്നാൽ ഇരുട്ടിൽ ബുള്ളറിന്റെ വിരൽ വീണ്ടും തിളങ്ങി. താൻ ഈ ഭൂമിയിലെ ആളല്ലേ എന്നൊരു നിമിഷം അവൻ ചിന്തിക്കുകയും ചെയ്തു. പതുക്കെ ആ വെളിച്ചം മങ്ങി അവൻ ഉറക്കത്തിലേക്ക് വീണു. പിറ്റേന്ന് രാവിലെ അമ്മ താൻ വാങ്ങിയ അത്ഭുത ചായ ബുള്ളറിനുണ്ടാക്കി കൊടുത്തു. ബുള്ളർ അത് കുടിച്ചു. അത് തന്നെ മറ്റുള്ള കുട്ടികളെപ്പോലെ സാധാരണക്കാരനാക്കും എന്നവൻ ആശിക്കുകയും ചെയ്തു. അന്ന് വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നപ്പോ അവരുടെ അമ്മയ്ക്കൊരു ഡേറ്റിംഗ് ഉണ്ടെന്നറിഞ്ഞു. അന്ന് രാത്രി അവർ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. അമ്മ പോയ ഉടൻ അവർ ആന്റണിന്റെ മുറിയിലേക്ക് ഓടി. ഫിഷ് ടാങ്കിലെ മീൻ ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബുള്ളർ ആന്റണെ നോക്കി ആ വെളിച്ചം തന്റെ മേൽ ഉപയോഗിക്കാൻ ആവശ്യപ്പെട്ടു. ആന്റൺ ആദ്യം പേടിച്ചെങ്കിലും ഒടുവിൽ സമ്മതിച്ചു. അവൻ ആ വെളിച്ചം ബുള്ളറിന്റെ നേരെ തിരിച്ചു. ബുള്ളറിന്റെ ശരീരം മുഴുവൻ നീല നിറത്തിൽ തിളങ്ങി. വെളിച്ചം മാറിയപ്പോ ബുള്ളർ പെട്ടെന്ന് സംസാരിക്കാൻ നോക്കി. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. ആന്റൺ പേടിച്ചുപോയി. എന്നാൽ പെട്ടെന്ന് ബുള്ളർ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനും ചിരിക്കാനും ആരംഭിച്ചു. അവൻ തികച്ചും സാധാരണക്കാരനായിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ആന്റണിന് മനസ്സിലായില്ലെങ്കിലും അവൻ അത്ഭുതപ്പെട്ടു. ആദ്യമായി താൻ ആഗ്രഹിച്ച പോലെ തന്റെ ചേട്ടന് കിട്ടിയ സന്തോഷത്തിലായിരുന്നു അവൻ. അന്ന് രാത്രി എല്ലാം മാറി മറിഞ്ഞു. ബുള്ളർ ആന്റണെ അവന്റെ ഹോംവർക്കിൽ സഹായിച്ചു. ആന്റൺ അത്ഭുതത്തോടെ തന്റെ ചേട്ടനെ നോക്കിയിരുന്നു. ആദ്യമായി അവൻ ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടില്ല. പിറ്റേന്ന് രാവിലെ ഒരു അയൽക്കാരൻ അവരുടെ വീടിന് മുന്നിലെ ഫ്ലാഗ് പോളിനെ പറ്റി പരാതി പറഞ്ഞു. അയാൾ പോയതിനു ശേഷം ബുള്ളർ അങ്ങോട്ട് നടന്നു ചെന്ന് ആ പോളിൽ പിടിച്ച് ഒറ്റ കൈകൊണ്ട് അത് നിലത്തുനിന്ന് വലിച്ചെടുത്തു. ആന്റണിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ചേട്ടൻ അത്രമേൽ ശക്തിമാനോ? അവൻ തന്റെ ചേട്ടനെയോർത്ത് അഭിമാനിച്ചു. അന്ന് വൈകുന്നേരം ആഗ്നസ് ആന്റണോട് സംസാരിക്കാൻ വന്നു. അവൻ അവളെ ഒഴിവാക്കി വാതിലടച്ചു. അന്ന് രാത്രി അവരുടെ അമ്മ തിരികെ എത്തി. കൂടെ വന്നയാൾ അകത്തേക്ക് കയറാൻ നോക്കിയെങ്കിലും അമ്മ വാതിലടച്ചു. പിറ്റേന്ന് രാവിലെ അമ്മ ബുള്ളറിന് ചായ ഉണ്ടാക്കി കൊടുത്തു. അവൾക്ക് ഇതുവരെ സത്യമൊന്നും അറിയില്ലെങ്കിലും ബുള്ളർ ഇപ്പോ നല്ല ആത്മവിശ്വാസത്തോടെയും ശാന്തനായും ഇരിക്കുന്നത് ആ അമ്മ ശ്രദ്ധിച്ചു. മകന്റെ മാറ്റം കണ്ട് അവർ സന്തോഷത്തോടെ തന്റെ മകനോട് സംസാരിക്കുകയും അവനെ അഭിനന്ദിക്കുകയും ചെയ്തു. സ്കൂളിലേക്കുള്ള വഴിയിൽ ആന്റൺ ബുള്ളറിന് മുന്നറിയിപ്പ് നൽകി. അമ്മയ്ക്ക് സംശയം തോന്നാതിരിക്കാൻ അധികം വിചിത്രമായി പെരുമാറരുത് അവൻ എടുത്തു പറഞ്ഞു. അവർ നടക്കുമ്പോ ആഗ്നസ് പുറകെ വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ആന്റണിനും ബുള്ളറിനും ദേഷ്യം തോന്നിയില്ല. ആന്റണ് വല്ലാത്തൊരു സമാധാനം അനുഭവപ്പെട്ടു. തന്നെ സംരക്ഷിക്കാൻ തന്റെ കൂടെ ചേട്ടനുണ്ട്. അതത്ര നല്ലതാണെന്ന് അവന് തോന്നുകയും ചെയ്തു. സ്കൂളിൽ വെച്ച് ആഗ്നസ് ആന്റണിന് ഒരു ലവ് ലെറ്റർ കൊടുത്തു. ആന്റൺ പെട്ടെന്ന് പരിഭ്രാന്തിയിലായി വിഷയം മാറ്റി. എന്നാൽ ഇടവേള സമയത്തായിരുന്നു കാര്യങ്ങൾ വഷളായത്. മാക്സ് വീണ്ടും വന്ന് ആന്റണിന്റെ ഉച്ചഭക്ഷണവും പണവും തട്ടിയെടുക്കാൻ നോക്കി. ഇത്തവണ ആന്റൺ വഴങ്ങിയില്ല. പകരം സ്കൂൾ കഴിഞ്ഞിട്ട് തന്റെ ചേട്ടനെ കാണിച്ചു തരാം എന്നവൻ പറഞ്ഞു. പിന്നീട് ആന്റണും ബുള്ളറും ഫുട്ബോൾ മൈതാനത്ത് മാക്സിനായി കാത്തുനിന്നു. എന്നാൽ ബുള്ളറിന് മടുപ്പ് തോന്നി. അവൻ അവിടെ നിന്ന് നടന്നുപോയി. തൊട്ടു പിന്നാലെ മാക്സും സുഹൃത്തുക്കളും എത്തി. ആന്റൺ ഒറ്റയ്ക്ക് അവരെ നേരിടാൻ നോക്കിയെങ്കിലും ചെളിയിൽ വീണ് നാണം കിട്ടു. ദേഷ്യം വന്ന ആന്റൺ വീട്ടിലെത്തി ബുള്ളറിനോട് കയർത്തു. എല്ലാറ്റിനും കാരണം ബുള്ളറാണെന്ന് അവൻ കുറ്റപ്പെടുത്തി. എന്നിട്ട് മുറിയിലേക്ക് ഓടിപ്പോയി. ആ വിചിത്രമായ ഉപകരണത്തിൽ ചവിട്ടി. അത് നേരെ ഫിഷ് ടാങ്കിലേക്ക് വീണു. അതിന്റെ തിളക്കം നിന്നു. മീൻ കറങ്ങുന്നതും നിന്നു. ആന്റൺ പേടിച്ച് ബുള്ളറിന്റെ മുറിയിലേക്ക് ഓടിച്ചെന്നു. ബുള്ളറിന്റെ ശരീരത്തിലെ നീല വെളിച്ചം പോയി കഴിഞ്ഞിരുന്നു. അവൻ പഴയതുപോലെയായി. അന്ന് അമ്മ വീട്ടിൽ തിരികെ എത്തിയപ്പോ ബുള്ളറിനെ വീണ്ടും പഴയപടി കണ്ട് വല്ലാതെ നിരാശയിലാണ്ടു. അത്ഭുതച്ചായ പരാജയപ്പെട്ടു എന്നവർ കരുതി. അമ്മ സങ്കടപ്പെട്ടത് കണ്ട് ആന്റണിന് കുറ്റബോധം തോന്നി. അവൻ ആ ഉപകരണം ചൂടാറിയാൽ ശരിയാകും എന്ന് കരുതി ഹീറ്ററിന് മുകളിൽ വെച്ചു. കുളി കഴിഞ്ഞ് ആന്റൺ അത്താഴം കഴിക്കാൻ താഴേക്ക് വന്നപ്പോ അമ്മ ഒരു ഐസ്ക്രീം കേക്ക് ഉണ്ടാക്കി വിഷമിച്ചിരിക്കുന്നത് കണ്ടു. അവൻ അമ്മയെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ കോളിംഗ് ബെല്ല് മുഴങ്ങി. ഈ വീക്കെൻഡിൽ നടക്കുന്ന ഒരു കോസ്റ്റ്യൂം പാർട്ടിയിലേക്ക് അവനെ ക്ഷണിക്കാൻ ആഗ്നസ് വന്നിരുന്നു. തനിക്ക് വരാൻ താല്പര്യമില്ലെന്ന് ആന്റൺ പറഞ്ഞെങ്കിലും അമ്മ അവനെ നിർബന്ധിച്ചു. രണ്ടുപേരും പോകണമെന്നും വസ്ത്രങ്ങൾ താൻ റെഡിയാക്കാം എന്നും ആ അമ്മ കൂട്ടിച്ചേർത്തു.
പിറ്റേ ദിവസം സ്കൂളിൽ വെച്ച് ആന്റൺ മാക്സിന്റെ സംഘത്തെ വീണ്ടും കണ്ടു. അവൻ ചവറ്റുകുട്ടികൾക്ക് പിന്നിലൊളിച്ചു. അവിടെ ഇരുന്നപ്പോ അവനൊരു ബുദ്ധി തോന്നി. അമ്മയുടെ ഹെയർ ഡ്രയർ ഉപയോഗിക്കാം, വെള്ളത്തിൽ വീണ് ആ ഡിവൈസ് ശരിയാക്കാൻ നോക്കാം. വീട്ടിലെത്തി അവനതാ കൺട്രോളറിൽ പരീക്ഷിച്ചു. അത് ഫലിച്ചു. മീൻ വീണ്ടും കറങ്ങിത്തുടങ്ങി. ആന്റൺ സന്തോഷിച്ചെങ്കിലും പെട്ടെന്ന് ലിച്ചിന്റെ ഹോളോഗ്രാം വന്ന് ഒരു മുന്നറിയിപ്പ് നൽകി. കൺട്രോളറിൽ വെള്ളം തട്ടിയതുകൊണ്ട് അത് 36 മണിക്കൂറിനുള്ളിൽ എന്നേക്കുമായി ഓഫാകുമെന്ന്. അന്ന് രാത്രി ബുള്ളറിന്റെ മുറിയിൽ നിന്ന് ഉച്ചത്തിൽ പാട്ട് കേട്ട് ആന്റൺ നോക്കി. ബുള്ളർ നല്ല ആത്മവിശ്വാസത്തോടെ ഡാൻസ് ചെയ്യുന്നത് അവൻ കണ്ടു. പെട്ടെന്ന് ബുള്ളർ ജനൽ തുറന്ന് പുറത്തേക്ക് ചാടി. ആന്റൺ ഞെട്ടി ജനലിനരികിലേക്ക് ഓടിയെത്തി. ബുള്ളർ അതാ ഒരു സൂപ്പർ ഹീറോയെ പോലെ പറക്കുന്നു. ആന്റൺ താഴെ കൂടി ഓടി അവനെ പിന്തുടർന്നു. വഴിയിൽ വെച്ചവൻ ആഗ്നസിനെ കണ്ട് ഒളിച്ചു മാറി നിന്നു. ഒടുവിൽ അവൻ ബുള്ളറിനെ കണ്ടെത്തിയെങ്കിലും അയൽക്കാരന്റെ തോട്ടം ആകെ തകർന്നു കഴിഞ്ഞിരുന്നു. ആളുകൾ കൂടുന്നതിനു മുമ്പ് ബുള്ളറിനെയും കൂട്ടിക്കൊണ്ട് അവൻ വേഗം വീട്ടിലേക്ക് ഓടി. കുളിമുറിയിൽ കയറി ഒന്നും അറിയാത്ത പോലെ ഇരുന്നു. അമ്മയറിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് ആന്റണിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവന്റെ ശക്തികൾ രഹസ്യമാക്കി വെക്കാൻ ആന്റൺ ബുള്ളറോട് പറഞ്ഞു. എന്നാൽ ബുള്ളർ ഇപ്പോൾ നല്ല സന്തോഷത്തിലും സ്വാതന്ത്ര്യത്തിലുമായിരുന്നു. ബുള്ളറിന്റെ മാറ്റങ്ങൾ അമ്മ കണ്ടപ്പോ അവർ വല്ലാതെ വികാരാധീനയായി. തന്റെ മകൻ സുഖം പ്രാപിക്കുകയാണ് എന്നവർ ഉറച്ചു വിശ്വസിച്ചു. പക്ഷേ ആന്റണിനെ സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. 30 മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം മാറുമെന്ന സത്യം അവൻ അറിയാമായിരുന്നു. പിറ്റേ ദിവസം അമ്മ വീണ്ടും കടയിൽ പോയി കൂടുതൽ ചായ വാങ്ങി. അന്ന് രാത്രി ബുള്ളർ തന്റെ സൂപ്പർ ഹീറോ വേഷമിട്ട് പുറത്തിറങ്ങി. ആന്റണിയെ ഉപദ്രവിച്ചിരുന്ന ഗുണ്ടകളെ കണ്ട് അവൻ അവരെ തിരികെ പരിഹസിച്ചു. പുലർച്ചെ ഫുട്ബോൾ മൈതാനത്ത് വെച്ച് കാണാം എന്ന് വെല്ലുവിളിച്ചു. പിന്നാലെ അവൻ ആകാശത്തേക്ക് പറന്നുയർന്നു. എന്നാൽ വീട്ടിൽ തിരിച്ചെത്തിയപ്പോ കൺട്രോളർ കാണിച്ചത് ഇനി 11 മണിക്കൂർ മാത്രം ബാക്കിയുണ്ടെന്നായിരുന്നു. ബുള്ളർ സങ്കടം സഹിക്കാനാവാതെ കരഞ്ഞു. പഴയതുപോലെ പേടിയുള്ള കുട്ടിയാകാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. ആന്റൺ അവനെ ആശ്വസിപ്പിച്ചു. ഒടുവിൽ ബുള്ളർ ഒരു തീരുമാനമെടുത്തു. അവൻ കൺട്രോളർ ഉപയോഗിച്ച് ആന്റണിനും സൂപ്പർ പവർ നൽകി. എന്നിട്ട് അവരിരുവരും ഒന്നിച്ച് പാർട്ടിക്കായി പുറപ്പെട്ടു. അവരിറങ്ങുമ്പോ വാതിൽക്കൽ അവരുടെ അമ്മയുമായി ഡേറ്റ് ചെയ്യുന്ന ഹെൻറിക് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആൺകുട്ടികൾ പുറത്തേക്ക് പോകുമ്പോ അവൻ അന്നയോടൊപ്പം അവിടെ തന്നെ നിന്നു. സ്കൂളിൽ എത്തിയപ്പോ ആഗ്നസ് ഒരു കറുത്ത പൂച്ചയുടെ വേഷം ധരിച്ച് അവിടെ നിൽക്കുന്നത് കണ്ട് ആ സഹോദരന്മാർ അത്ഭുതപ്പെട്ടു. അതിലും വലിയ അത്ഭുതം അവിടെയുണ്ടായിരുന്ന ഏകാതിഥികൾ അവർ മാത്രമായിരുന്നു എന്നതാണ്. ഒരുമിച്ച് നൃത്തം ചെയ്യേണ്ട പങ്കാളിയെ തിരഞ്ഞെടുക്കാനായി ആഗ്നസ് കുറച്ചു ചെറിയ പേപ്പർ കഷ്ണങ്ങൾ പുറത്തെടുത്തു. യാദൃച്ഛികമായി ആന്റണിന്റെ പേര് തന്നെയാണ് അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. അവർ ഒരുമിച്ച് നൃത്തം ചെയ്യുമ്പോൾ ബുള്ളർ ഒരു കാര്യം ശ്രദ്ധിച്ചു. ആ പേപ്പറുകളിൽ എല്ലാത്തിലും ആന്റണിന്റെ പേര് മാത്രമാണ് എഴുതിയിരുന്നത്. ആഗ്നസ് അതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരുന്നു. പാർട്ടിക്ക് ശേഷം സഹോദരന്മാർ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ അമ്മയ്ക്ക് ഹെൻറിക്കിനൊപ്പം ഇരിക്കുമ്പോ എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നത് അവർ ശ്രദ്ധിച്ചു. ഉടൻ തന്നെ ബുള്ളർ അതിൽ ഇടപെട്ടു. അവൻ ഹെൻറിക്കിനെ സംസാരിക്കാനായി മുകളിലത്തെ നിലയിലേക്ക് ക്ഷണിച്ചു. കുളിമുറിയിൽ വെച്ച് ആ ആൺകുട്ടികൾ അയാളെ കൊടുക്കുകയും അയാളെ വീഴ്ത്തി പല്ല് തേപ്പിച്ചൊക്കെ കഴിഞ്ഞ ശേഷം മേലാൽ ഞങ്ങളുടെ അമ്മയെ ബുദ്ധിമുട്ടിച്ചേക്കരുത് എന്ന് ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കുകയും ചെയ്തു. ഭയന്ന ഹെൻറിക് അവരോട് ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോയി. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ബുള്ളർ അമ്മയെയും ആന്റണിയെയും മേൽക്കൂരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ അവർക്ക് താഴെ തിളങ്ങി നിൽക്കുന്ന ആ നഗരക്കാഴ്ച കാണിച്ചു കൊടുത്തു. അന്ന അത്ഭുതത്തോടെ പുഞ്ചിരിച്ചു. അവൾ എപ്പോഴും പാരീസ് കാണാൻ സ്വപ്നം കണ്ടിരുന്നവളാണ്. ഒരു നിമിഷത്തേക്ക് ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് അവൾക്ക് തോന്നി. ആ സഹോദരന്മാർ അമ്മയുടെ കൈകളിൽ പിടിച്ചു. ഒപ്പം ഒരു യഥാർത്ഥ സൂപ്പർ ഹീറോ കുടുംബത്തെപ്പോലെ അവരൊരുമിച്ച് ആകാശത്തിലൂടെ പറന്നു. അവർ നഗരത്തിന് മുകളിലൂടെ ഉയർന്നു പറന്നുകൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ ഐസ്ക്രീം കഴിക്കാൻ താഴെ ഇറങ്ങി. ഒത്തിരി ചിരിച്ചു, ചിത്രങ്ങൾ എടുത്തു. സമയം തീർന്നു പോവുകയാണെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ആ ഓരോ സെക്കൻഡും പരമാവധി ആസ്വദിച്ചു. തിരികെ അവർ വീട്ടിലെത്തിയപ്പോ കൺട്രോളറിൽ വെറും 15 മിനിറ്റ് മാത്രമായിരുന്നു കാണിച്ചത്. ആന്റണും ബുള്ളറും മാസ്മരികമായ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചു. മാക്സിനെയും അവന്റെ സംഘത്തെയും നേരിടാൻ അവർ പുറപ്പെട്ടു. എന്നാൽ പകുതി വഴിയിലെത്തിയപ്പോ ബുള്ളർ തന്റെ മനസ്സ് മാറ്റി. അവരെ പിന്തുടരുന്നതിനു പകരം സൂര്യൻ ഉദിച്ചുയരുമ്പോ അവൻ മേഘങ്ങളിലൂടെ കൂടുതൽ മുകളിലേക്ക് പറന്നുയർന്നു. സഹോദരന്മാരിരുവരും ഒരുമിച്ച് ആ നിശബ്ദതയിൽ സൂര്യോദയം നോക്കി നിന്നു. തങ്ങളുടെ അവസാനത്തെ സ്വതന്ത്ര നിമിഷം അവർ ആവോളം ആസ്വദിച്ചു. അപ്പോഴാണ് കൺട്രോളറിൽ നിന്നൊരു മൂർച്ചയുള്ള ബീപ്പ് ശബ്ദം കേട്ടത്. അതോടെ കൺട്രോളർ ഓഫ് ആവുകയും അവരുടെ ശക്തികൾ പൂർണ്ണമായി അപ്രത്യക്ഷമാവുകയും ചെയ്തു. ആകാശത്തു നിന്നും ആ സഹോദരന്മാർ താഴേക്ക് പതിക്കാൻ തുടങ്ങി. കാറ്റവർക്ക് മുകളിലൂടെ ആർത്തലച്ചു പാഞ്ഞുപോയി. എന്നാൽ ആന്റൺ പെട്ടെന്ന് തന്നെ പ്രതികരിച്ചു. തന്റെ കയ്യിലുണ്ടായിരുന്ന കൺട്രോളറിലുണ്ടായിരുന്ന ഒരു സ്വിച്ച് അമർത്തി ചെറിയ എമർജൻസി പാരച്യൂട്ട് അവൻ തുറന്നു. അവർ അതിൽ മുറുകെ പിടിക്കുകയും സുരക്ഷിതമായി
നിലത്തിറങ്ങുകയും ചെയ്തു. അവർ ചുറ്റും നോക്കിയപ്പോ തങ്ങൾ കൃത്യം ആ ഫുട്ബോൾ മൈതാനത്താണ് വന്നിറങ്ങിയത് എന്നവർക്ക് മനസ്സിലായി. അവരുടെ മാന്ത്രിക ശക്തിയെല്ലാം പൂർണ്ണമായി പോയിരിക്കുന്നു. ബുള്ളർ വീണ്ടും പഴയതുപോലെ നാണം കുണുങ്ങിയും ഭയന്നവനുമായി മാറി. ആന്റൺ അവനെ ശാന്തനാക്കാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോഴേക്കും ദൂരം മാക്സും അവന്റെ സംഘവും പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു. വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ തയ്യാറായി അവർ അടുത്തു വന്നുകൊണ്ടിരുന്നു. ആന്റൺ മുന്നോട്ട് ചുവടുവെച്ചുകൊണ്ട് തന്റെ ചേട്ടനോട് മാറി നിൽക്കാൻ പറഞ്ഞു. ബുള്ളർ ധൈര്യമുള്ളവനായി അഭിനയിക്കാൻ നോക്കി. അവൻ ആ ഗുണ്ടകളെ ഭയപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അതൊട്ടും ഫലിച്ചില്ല. മാക്സ് ഉറക്കെ ചിരിച്ചു. ബുള്ളറിന് തന്റെ ശക്തികളെല്ലാം നഷ്ടപ്പെട്ടുവെന്ന് അവൻ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. അവൻ ബുള്ളറെ വീണ്ടും ദുർബലനെന്ന് വിളിച്ച് പരിഹസിക്കാൻ തുടങ്ങി. അതോടെ ആന്റണിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൻ ഇനിയും അത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. തന്റെ സഹോദരനെ സംരക്ഷിക്കാൻ അവൻ ആ അക്രമികളുടെ നേർക്ക് സ്വയം പാഞ്ഞു ചെന്നു. എന്നാൽ ഇത്തവണ ബുള്ളർ പിന്നിൽ മാറി നിന്നില്ല. ഉള്ളിൽ നല്ല ഭയമുണ്ടായിരുന്നിട്ടും അവനും മുന്നോട്ട് തന്നെ ചുവടുവെച്ചു. അവൻ ശക്തനായതുകൊണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്തത്, മറിച്ച് ഓടിയൊളിക്കാൻ അവൻ വിസമ്മതിച്ചു. ആ രണ്ട് സഹോദരന്മാരും ഒന്നിച്ചൊരേ നിൽപ്പങ്ങു നിന്നു. തങ്ങൾക്കെതിരെ വരുന്നവരോട് അവർ ഒന്നിച്ച് പോരടിച്ചു. അടിയേറ്റ് അവർ താഴെ വീണു. എങ്കിലും ചതവുകളോടെയും വേദനയോടെയും കഠിനമായി ശ്വാസമെടുത്തുകൊണ്ട് ആ സഹോദരന്മാർ വീണ്ടും എഴുന്നേറ്റ് വന്നു. അവർ അവരെ വീണ്ടും വെല്ലുവിളിച്ചു. വീണ്ടും അടികൊണ്ട് നിലം പതിച്ചു. എന്നിട്ടും തങ്ങളുടെ ശാഠ്യമേറിയ ധൈര്യം കൈവിടാതെ അവർ വീണ്ടും എഴുന്നേറ്റ് തന്നെ നിന്നു. ആന്റണിന്റെയും ബുള്ളറിന്റെയും ഈ തളരാത്ത ധൈര്യം കണ്ട് മാക്സും അവന്റെ സംഘവും ഒടുവിൽ തോറ്റ് പിന്മാറി. അവർ തിരിഞ്ഞു നടന്നുപോയി. കഠിനമായി ശ്വാസമെടുക്കുന്ന ആന്റൺ ബുള്ളറിനെ നോക്കി പുഞ്ചിരിച്ചു. തന്നെ ഒറ്റയ്ക്കാക്കി പോകാത്തതിന് അവൻ തന്റെ സഹോദരന് നന്ദി പറഞ്ഞു. രണ്ടു കുട്ടികൾക്കും നല്ല രീതിയിൽ പരിക്കേൽക്കുകയും ശരീരം മുഴുവൻ ചതവുകളാൽ നിറയുകയും ചെയ്തിരുന്നു. എന്നാൽ അവർ അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് നേടിക്കഴിഞ്ഞു. പരസ്പരമുള്ള ബഹുമാനം, വിശ്വാസം, ഒപ്പം ഒരിക്കലും തകർക്കാൻ കഴിയാത്ത ഒരു സുദൃഢമായ സഹോദര ബന്ധം. പിന്നീട് അവർ അപ്പോൾ ഒന്നിനും കൊള്ളാത്ത ആ വിചിത്രമായ കൺട്രോളർ എടുത്ത് ഒരു രഹസ്യ സ്ഥലത്ത് ഒളിപ്പിച്ചു. ജീവിതം വീണ്ടും പതുക്കെ സാധാരണ നിലയിലായി, അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിച്ചു. എന്നാൽ അന്ന് രാത്രി അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒളിച്ചുവെച്ച സ്ഥലത്ത് നിന്ന് ഒരു തിളങ്ങുന്ന വെളിച്ചം വരാനാരംഭിച്ചു. ആ കൺട്രോളർ വീണ്ടും തനിയെ ഓണായിരിക്കുന്നു. മുറിയിലാകെ വെളിച്ചം നിറഞ്ഞു. രണ്ട് സഹോദരന്മാരും ഞെട്ടലോടെ കണ്ണുകൾ വലുതാക്കി ഉണർന്നു. അവരുടെ കഥ അവിടെ തീരുന്നില്ല എന്ന് അവർ അപ്പോൾ അറിഞ്ഞിരുന്നേയില്ല. സിനിമയുടെ രണ്ടാം ഭാഗത്തിന് ഒരു തുടക്കം ഇട്ടുകൊടുത്ത് ചലച്ചിത്രം അവിടെ അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.